അമ്മക്ക് ഗുളി കഴിക്കണ്ടല്ലേ ചെല്ലേ. ആ നീ എവിടെ കടാ, വേദന എടുക്കുന്നെങ്കിൽ ഇച്ചിരി കഴിയുമ്പോ അങ്ങ് മാറും. ഞാൻ പോയി എല്ലാം കഴിച്ചിട്ട് വരട്ടെ. എനിക്കാണെങ്കിൽ ഗുളിയും മരുന്നൊക്കെ കഴിക്കാനുള്ളതാ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുന്നു? എന്താ ഉമ്മ? ഉമ്മായാ? ആരുമ്മ? എന്നെ ഉമ്മ ഉമ്മന്നൊന്നും വിളിക്കണ്ട, മാമീന്നങ്ങനെ വിളിച്ചാ മതി. എന്റെ ഉമ്മ ആകാൻ പോന്നു. ആ എങ്കി മാമി വല്ലതും കഴിക്കാൻ കൊണ്ടുവാ, വിശക്കുന്നു. ഇല്ല ഞാനൊന്നും വേവിച്ചില്ല. അല്ല എനിക്ക് മക്കൾക്കുള്ള വേവിച്ച്, ഞങ്ങൾക്ക് വേവിച്ച് എന്താന്ന് ആര് പറഞ്ഞ്? ഒക്കെ പറഞ്ഞ് ഉമ്മക്ക് ജെസ്സിക്കുള്ളത് മാമി വേവിക്കും, ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ്. ഇന്നലെയും കിടന്ന് കുറെ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കി തന്നില്ലല്ലേ? അല്ല ഇന്നലെ മാമിയും പറഞ്ഞില്ലേ ഞാനെന്തോ വേവിച്ച് തന്നിട്ടാന്ന്. അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്യത്തില്ല. മാമി അങ്ങ് വേവിച്ചോ, ഞാൻ എൻ്റെ അടുക്കള ജോലിയൊക്കെ ഒതുങ്ങി. അപ്പോ ഞാൻ ചെയ്യാനാ? പിന്നെ ഇവിടെ വേവിക്കാനും നിന്റെയൊക്കെ വേലക്കാരിയായിട്ട് ഇരിക്കാനല്ലേ ഞാൻ വന്നത്. എനിക്കിനി കുറച്ച് പുറംപണിയുള്ളത്. ഇവിടെ എല്ലാ സാധനവും ഇരിപ്പുണ്ട്, മാമി അങ്ങ് ചെയ്യേ. അയ്യടാ, അപ്പൊ ഞാൻ ഇവിടുത്തെ വേലക്കാരിയായി മാറിയ? ഞാൻ എന്തിനു വന്നാണ് ഇവിടെ വേല ചെയ്യുന്നത്? ഇനി ഇവിടെ ശരിയാകത്തില്ല. ഞാൻ എൻ്റെ ജോലി നോക്കി പോകാൻ പോന്നു. എൻ്റെ വീട്ടിൽ പോയാൽ ഇച്ചിരി ആഴി അരിയിട്ട് കഞ്ഞി വെച്ചാൽ മതി, നമുക്ക് രണ്ടുപേരുടെ കാര്യം നടക്കും. അവളെ കിട്ടിയതിൻ്റെ എല്ലാം വേല. എന്തുമ്മാ? ഞാൻ പോന്നടി, എന്നെ കൊണ്ടുപോയി എവിടെ അങ്ങ് നിൽക്കാൻ. അമ്മ എനിക്ക് വയ്യല്ലേ അമ്മ. ഏയോ നീ ഇന്ന് മിണ്ടായിരുന്നേ. പിന്നെ പോവാമ്മ, 2 ദിവസം കഴിഞ്ഞു പോവാം. എനിക്ക് ഇത്തിരി ഒന്ന് ഉമ്മയുടെ ഒരു ഹെൽപ്പ് വേണ്ടേ അമ്മ. ഞാൻ പോന്ന്, ഞാൻ എൻ്റെ വീട്ടിൽ പോന്ന്. ഇനി ഇവിടെ കിടന്ന് നിനക്ക് ജോലി ചെയ്യാനായിട്ട് ഇരിക്കുന്നോടി. അമ്മ ഇന്നലെ കണ്ടില്ലേ അമ്മ, ഞാൻ ഉറങ്ങിയില്ലല്ലേ അമ്മ. അമ്മ ഇവിടെ നില്ലേ, 2 ദിവസം കഴിഞ്ഞു പോവാമ്മ. നീ ആള് കൊള്ളാല്ലേ, നീ പറഞ്ഞ അവളെല്ലാം ചെയ്യുമെന്ന്. വന്നപ്പോ നിന്റെ ഒരു വേലയെങ്കിലും അവള് ചെയ്താ? ഞാൻ കിടന്ന് ചെയ്യാനാ? എന്നെ കൊണ്ടൊന്നും വയ്യ. എൻ്റെ വീട്ടിൽ പോയി കിടന്ന് എൻ്റെ കെട്ടിയോനിക്ക് മാത്രം വേവിച്ചു കൊടുത്താൽ മതി. എന്താ അമ്മ ഇത്ര വെപ്രാളപ്പെട്ട് പോവല്ലേ? അവിടെ ചെന്നിട്ട് ഉമ്മ എന്ത് ചെയ്യാനാ? ആ മാത്രമല്ലേ ഉള്ളു. എൻ്റെ വീട്ടിൽ പോയാലും എൻ്റെ കെട്ടിയോന് മാത്രം വേവിച്ചു കൊടുത്താൽ മതി. ഇവിടെ കിടന്ന് എന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യാൻ വയ്യ. ഉമ്മ നിന്നാ എനിക്കൊരു സഹായമാവല്ലേ? എടി നിന്റെ അടുത്ത് ഞാൻ പറയത്തില്ലേ, നീ ബർഗർ അത് ഇത് വലിച്ചു വാരി തിന്നാതെ. ഈ കടയിൽ നിന്ന് വാങ്ങുന്ന മാത്രമേ നീ തിന്നത്തോളാ. നീ അതൊക്കെ ഒന്ന് മാറ്റി, അല്ല ചോറ കഞ്ഞിയൊക്കെ കുടി, അപ്പോഴേ വയറ് ശരിയാവും. ഞാൻ അതൊന്നും കഴിക്കുന്നില്ലമ്മ, എത്ര നാളുകൊണ്ട് ഇപ്പൊ അതൊന്നും കഴിക്കുന്നില്ല. ആവശ്യമില്ലാത്ത കുറേ വാങ്ങിച്ചു വെച്ചിങ്ങ് തിന്നു. അത് പണ്ടും അത് തന്നെ, ഇപ്പോഴും അത് തന്നെ, ഒരു മാറ്റം നിനക്കില്ല. ഞാൻ അപ്പോഴും പറയും വല്ല വീട്ടിലെ ചോറോ കറിയോ മീനോ ഒക്കെ തിന്നെ. അതൊന്നും അവൾക്ക് ഇറങ്ങത്തില്ല. അവൾക്ക് ഷവർമ പറയുന്നില്ല ഞാനൊന്നും, ഇതൊക്കെ അവൾക്ക് അങ്ങോട്ട് ഇറങ്ങും. ഇല്ല അത് സഫി അങ്ങനൊന്നും വാങ്ങി തരുത്തൊന്നുമില്ല. അതൊന്നും ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ തന്നെ അതൊക്കെ തന്നതും വാങ്ങിച്ചു തന്നതും ഒക്കെ. സഫി പിന്നെ അങ്ങ് മാറി. ഇപ്പോൾ ഒരാവശ്യം പറഞ്ഞാൽ സഫി വാങ്ങിയൊന്നും തരുത്തൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ 3-4 ദിവസമായില്ലേ? 2 ദിവസം കഴിഞ്ഞു അമ്മ. എന്നെ കൊണ്ടൊന്നും വയ്യ. ഇവിടെ നിന്ന് എനിക്ക് നിൽക്കാനും വയ്യ. എൻ്റെ വീട് കണക്കൊന്നും എനിക്കിവിടെ പറ്റത്തില്ല. ഞാൻ പോന്നു. സഫി വന്നിട്ട് പറഞ്ഞിട്ട് പോയാൽ പോരെ? വരുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ പോയെന്ന് പറഞ്ഞാൽ മതി. എന്താത്തി പോവും? ഓട്ടോയിൽ പോവോ? ഓട്ടോ വിളിച്ചത് അങ്ങോട്ട് ഇറങ്ങി ഓട്ടോ വിളിക്കാം. നീ ഭംഗി വന്ന് എനിക്കൊരു ഇച്ചിരി കാര്യം പറയാനുണ്ട്. അവളാണെ കേൾക്കും. ഇനി എന്താ കേൾക്കാൻ? ഇനി അങ്ങോട്ട് വരണോ? എനിക്ക് വയ്യ, ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ. ഇച്ചിരി പറഞ്ഞു തന്നിട്ട് പോട്ട്, ഇങ്ങോട്ട് വാ.
അതാ വരുന്നെങ്കിൽ പൈസ ഉണ്ടോ നിങ്ങളെ പോവാൻ? എൻ്റെ പൈസയൊക്കെ ഉണ്ട്. എന്താ ഒരു ബഹളം? അയ്യോ ഇവര് പോന്നാ? നമ്മുടെ ഓരോ കാര്യങ്ങൾ. ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം അപ്പണ്ണ നോക്കാൻ കാണുമെന്ന്. പോവുകയാണോ? വേവിക്കാൻ പറഞ്ഞോണ്ടായിരിക്കും. ഞാനങ്ങ് വേവിച്ചു കൊടുത്തേനെ. ഇനി ഇക്ക എന്നെ കിടന്ന് വഴക്ക് പറയുമെന്ന് വിചാരിച്ചാ. അല്ലെങ്കിലും എന്തോ ഇന്നലെ ആ പെണ്ണ് നിലവിളിച്ചിട്ടൊന്നും അവര് കിടന്ന് കൂർക്കം വലിച്ച് കിടന്ന് ഉറക്കമായിരുന്നു. അവര് നോക്കത്തെയൊന്നുമില്ല. പോന്നെങ്കിൽ പോട്ടും. എനിക്ക് കഞ്ഞിയെല്ലാം ആ പെണ്ണിന് വയ്ക്കാം. ഇമ്മടെ കാര്യം ഇതെന്താ? ആ പെണ്ണ് പോന്നു. ഇനി അങ്ങോട്ട് നിന്ന് സംസാരം കേൾക്കണം. എനിക്ക് ഇത്ര ആയെന്ന് കണ്ടിട്ട് ഇമ്മായിക്ക് വെപ്രാളപ്പെട്ട് പോണല്ലേ. പറഞ്ഞാലും കേൾക്കൂല. ഉമ്മായിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. പറഞ്ഞു കൊടുക്കട്ടെ. പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ തോളെ കയറാതിരുന്ന മതി. ഇച്ചിരി കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. അവിടെ ചുമ്മാ പറഞ്ഞല്ലേ. നീയേ അവനെ ഒന്ന് ആക്കി വെച്ചേക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പറത്തി വിടരുത്. ഞാൻ പറഞ്ഞു തന്ന ആരെയൊക്കെ ഓർമ്മയുണ്ടല്ലേ. അമ്മ ആ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട, ഞാൻ നോക്കണം. സഭ അങ്ങനെയൊന്നും പോകത്തില്ല. നിന്റെ കൺട്രോളിൽ വെച്ചേക്കണം. ലൈവിനെ ഞാൻ പറഞ്ഞല്ലേ ചരിത്രമൊക്കെ, അതൊക്കെ ആവർത്തിക്കാം. അങ്ങനെയൊന്നും ഇല്ല. ആ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട. നീ നിന്റെ കൈക്കുമ്പിളി അവനെ വെച്ചേക്കണം. എനിക്കൊരു കെട്ടിയനുള്ളതിനെ വെച്ചേക്കുന്ന നിനക്കറിയല്ലേ, അതേപോലെ. അതൊക്കെ ഞാൻ നോക്കുവോളാം അമ്മ. അതോട്ടോ പോന്നു. ഞാനങ്ങ് പോട്ട്. എന്തോ അമ്മയ്ക്കിപ്പോൾ പോണമായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ വന്ന് നിൽക്കാനോ നിന്നെ നോക്കാനോ ഒന്നും വയ്യ. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വരികയോ വിളിക്കുകയോ ചെയ്യും. വിളിച്ച ദിവസം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. അത്രേ പറ്റും. ഓട്ടെ അപ്പം. ഓട്ടോ പോന്നു ചെല്ലേ. എനിക്ക് പോട്ട് അങ്ങ് ചെല്ല്. പിന്നെ അവളെ കാര്യത്തിലും കൂടുതൽ നീ ഇതൊന്നും വെക്കരുതേ. സ്നേഹിക്കാനൊന്നും പോകണ്ട. ഇതൊരു മയപ്പെടുത്തി നിർത്തിയരേ. കുറച്ച് ദിവസം നിനക്ക് ആഹാരം എല്ലാം വെച്ച് തരണ്ടേ. ഞാൻ നയത്തിൽ തന്നെ പോകാം. എന്നിട്ട് ഇപ്പം നീ വെറുപ്പിക്കാനും പോകണ്ട. ഞാനൊന്നിനും പോകുന്നില്ലമ്മ. എന്നെ കൊണ്ട് വയ്യ. വഴക്ക് കൂടാനും വയ്യ, ഒന്നിനും വയ്യ. ഞാൻ ഒന്നിനും പോകുന്നില്ല. പോയെന്നങ്ങ് പറഞ്ഞേരെ. എങ്കിൽ പോയിക്കോ. നീ അങ്ങ് കയറിപ്പോ. പോ. നേരെ നോക്കി പോ, അല്ലെങ്കിൽ മറിഞ്ഞു വീഴും. ഓട്ടോ പോന്നു ചെല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആപത്ത് വന്നപ്പോൾ പോയത് നോക്കെ. എനിക്ക് ഒട്ടും വയ്യെന്നുമ്മ ഇന്നലെയും കണ്ടതാ. കിടക്കാനും പറ്റുന്നില്ലല്ലേ. ജെസ്സി കുറവില്ലേ ജെസ്സി? എനിക്ക് വേദന, നല്ല വേദന. വീണ്ടും അങ്ങ് 2 ദിവസമായിട്ട് വേദന. ടാബ്ലറ്റ് കഴിച്ചില്ലായിരുന്നോ നീ? തീർന്നു പോയി. എന്നാ ഹോസ്പിറ്റലിൽ പോണ്ടത്? ഇന്നാണ് ചെക്കപ്പിന് പോണ്ടത്. ഇന്നാ? അല്ല, ഇന്നലെ രാത്രി നീ ഉറങ്ങുന്ന കണ്ടില്ല. ഇന്നലെ ഇവിടെ കരയുന്നതൊക്കെ ഞാൻ കേട്ട്. ഇല്ല, ഇന്നലെ ഉറങ്ങിയില്ല ഞാൻ റെഡി ആയില്ല. എനിക്കങ്ങ് വയ്യാത്തോണ്ടാ. സഫി ഇങ്ങോട്ട്. അപ്പം എങ്കിൽ നില്ല. ഞാനേ ഇക്ക പോവാന്നെന്ന് തോന്നുന്നു. ഞാൻ പോയിന്ന് ചോദിക്കട്ട്. പോന്നോ? ഒന്ന് ഓർമ്മിപ്പിച്ച്. സഫി മറന്നുപോയതായിരിക്കും. ഒന്ന് പറയോ? എനിക്ക് വയ്യ, ഒട്ടും വയ്യ. അല്ലെങ്കിൽ ഞാൻ പോയി വിളിച്ചെന്നെ. നീ കരയണ്ട, ഞാൻ പോയി നിൽക്കാൻ വിളിക്കട്ട്.
ഇക്ക ഇക്ക ഒന്ന് നിന്നെ, ഒന്ന് നിന്നെ. സഫി പിന്നെ എവിടെ പോകുന്നത്? മറന്നുപോയി കാണുമായിരിക്കും. ഇക്ക ആ പെണ്ണെ ഇന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നില്ലേ? ഇന്നും ഭയങ്കര വേദനയായിട്ട് ഇടുന്ന് കരയുന്നുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. നീ വന്നിട്ട് എൻ്റെ അടുത്ത് ആ പെണ്ണെ ആശുപത്രി കൊണ്ടുവന്നു എൻ്റെ അടുത്തൊന്നും പറയരുത്. അതൊരു എനിക്ക് പെണ്ണല്ലേ, പണിയുണ്ട്. അതൊരു പെണ്ണല്ലേ, അതിന് വയ്യ. അത് കിടന്ന് കരയുന്നു, ഇപ്പോഴും കരയുന്നു. അതുകൊണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. നീ നിന്റെ ജോലി നോക്ക്. പോയാൽ 10-20,000 രൂപ വേണം. അന്നും പോയിട്ട് 1,00,000 രൂപ പോയി. എങ്കിലും അതൊന്ന് കാണി. അവിടെ കിടക്കട്ടെ. നീ വല്ല വെള്ളമോ ചായ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, പോട്ട്. ഞാൻ പോട്ടില്ല. അതും കുറയും. നീ പറഞ്ഞാൽ മതി, വെള്ളം കുടിക്കുമ്പോൾ കുറയും എന്ന് പറഞ്ഞാൽ മതി. ചുമ്മാ നീ ഇങ്ങോട്ട് വന്നിട്ട് നീ ആശുപത്രി കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറയല്ലേ. ഇവരെല്ലാം അങ്ങ് പോവുകയും ചെയ്യും. ആ വേദന കാണണ്ട ഞാനും ആണല്ലേ. എങ്ങനെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണേണ്ടി വരുന്നത്? ജെസ്സി ഇക്ക അങ്ങ് പോയി കേട്ടോ. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ അത്യാവശ്യമാണെന്ന്, ഓഫീസിൽ പോകണമെന്ന്. അങ്ങനെ അങ്ങ് പോയി. ഓഫീസിൽ പോകണമെന്ന്? എന്നാ? ടെസ്റ്റ് റിസൾട്ട് ഒന്നും കിട്ടിയില്ല അല്ലേ? ഇന്നായിരുന്നാ കിട്ടുന്നത്? റിസൾട്ടൊക്കെ ഇന്ന് കുറച്ച് കിട്ടും. ഒട്ടും സഹിക്കാൻ വയ്യ വേദന. നിന്റെ ഇപ്പം തൽക്കാലം ടാബ്ലറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കുക. ഇന്നലെ രാത്രി അത് കഴിച്ചിട്ടാണ് ഞാൻ കിടന്നത്. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പം ടാബ്ലറ്റ് തീർന്നു പോയി. ഇന്ന് ചെല്ലണ്ടോണ്ട് ഇന്ന് വരെയുള്ള ടാബ്ലറ്റ് അവർ തന്നിട്ടുള്ളായിരുന്നു. അല്ല, നിനക്ക് പോകണമെങ്കിൽ ഞാൻ കൂടെ വേണമെങ്കിൽ വരാം. അല്ല, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നല്ല പൈസ വേണം. എൻ്റെ കൈ പൈസയൊന്നുമില്ല. ഇത്താടെ കയ്യിലുണ്ടോ? പൈസയൊന്നും എൻ്റെ തരത്തില്ലല്ലേ, നിൻ്റെ കയ്യിലും ഇല്ലേ? സഫി എൻ്റെ കയ്യിലും ഇപ്പം തരാറില്ല. എങ്കിൽ പിന്നെ നാളെ പോയിക്കാടെ കൂടെ. നീ ഇപ്പം തൽക്കാലം ഒരു ടാബ്ലറ്റ് എടുത്ത് ഇത്തിരി ചായ കാപ്പി എന്തെങ്കിലും കൊണ്ടുതരാം. ചായ വേണ്ട, ഇച്ചിരി കഞ്ഞി തന്നാൽ മതി. വയറ്റിന് ഒട്ടും വയ്യ. നീ കുടിക്കുവോ? എങ്കിൽ ഞാൻ ഇച്ചിരി കഞ്ഞി ഇട്ടുകൊണ്ട് തരാം. പിന്നെ ഞാൻ ഈ സമയത്ത് പറയുന്നതുകൊണ്ട് നീ മറ്റൊന്നും വിചാരിക്കരുത്. അതെന്താ? ഈ സമയം ഞാൻ ഉപദേശിക്കാൻ വന്നെന്ന് നീ കരുതരുത്. ഒരു ചേട്ടത്തി എന്നുള്ള സ്ഥാനം വെച്ച് ഞാൻ പറയുക, നമ്മൾ ആരെയും പുറമോടി ഉണ്ടെന്ന് വിശ്വസിക്കരുത്. എന്താ, ചില പൂവുകളൊക്കെ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ. അതെന്താ അങ്ങനെ? കുടുംബവും മക്കളും ഒക്കെ ഉള്ള ഒരു പുരുഷൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ മറ്റു പല ആവശ്യങ്ങൾക്കുമായിരിക്കും. നമ്മൾ കരുതുന്ന നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അങ്ങനെ കരുതുന്ന വിഡ്ഢികളാ കുറേ സ്ത്രീകൾ. അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. ഞാൻ പോയിച്ച് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരാം. ഒരു തൽക്കാലമുള്ള ഗുളിക കഴിക്ക്. ഉമ്മായും അങ്ങ് പോയില്ലേ? ഉമ്മായിക്ക് അവിടെ വാപ്പാടെ കാര്യം. ഞാൻ പോയി എടുത്തിട്ട് വരാം.